അതെ അതെ തീർച്ചയായിട്ടും. കാരണം ഒരുപാട് മക്കളില്ലാത്ത ഇരിക്കുന്നു. അതൊരു കഷ്ടപ്പാടും ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ ദൈവത്തിന് നന്ദി പറയാം. കാരണം ഒരുപാട് പ്രയത്നമുണ്ട് ഇതിലേക്ക്. അതോടൊപ്പം തന്നെ ഇത് മരുന്നിലാണ്, അത് കുഴപ്പമില്ല. മക്കൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. ഇതാണ് പടം. മെയ് 10 ചക്കരവുമ്മ. അപ്പൊ അതിന് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി വന്നു. അപ്പൊ എല്ലാരും പോയി കാണണം കേട്ടാ, കണ്ട് വിജയിപ്പിക്കണം. നമ്മളിപ്പോ ആദ്യമായിട്ട് ഞാൻ സുഖിലാതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടില്ല. മനുഷ്യനാണെങ്കിലും ദൈവം സഹായിച്ച് ഇപ്പൊ പടം ഇങ്ങനെ ഇറങ്ങിയെടുത്ത് ഇതിൻ്റെ അകത്ത് നായകനായിട്ട് അഭിനയിച്ചെന്റെ മകനോടാ കർത്താവ് വിജയിക്കണം എന്റെ മകൻ. ആ ഇതിനാണ് മകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരും പോയി കാണണം. ഇതിലേക്ക് സഹകരണം വേണം കേട്ടാ. സഹകരണങ്ങൾ വേണം. ഏ പറഞ്ഞ അടുത്തത് ഗുരുജി ഗുരുവായിട്ട് വന്നേ പടത്തിന്റെ പേര് ചക്കരവും. പടത്തിന്റെ പേര് ചക്കരവും. സിനിമ ഈ മെയ് 10 ഇറങ്ങുവാണ്. ചക്കരവും അതെല്ലാം കണ്ട് ചക്കരവുമല്ല ചക്കരവും. അപ്പൊ ആ പടം ഈ വരുന്ന വെള്ളിയാഴ്ച 10 റിലീസാണ്. അപ്പൊ ആ പടത്തിലേക്ക് പടത്തിന് ആ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നു. രണ്ട് പ്രോത്സാഹനം തരണം, വിജയിപ്പിക്കണം. ഇതാ ഈ വരുന്ന 10 തീയതിയാണ് നമ്മളുടെ ഈ സിനിമ റിലീസായാണ്. ചക്കരവുമ്മ. കാര്യം ഈ പടം അഭിനയിച്ച് വെച്ചെങ്കിലും ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ചാണ് ഈ സിനിമ ഇങ്ങനെ റിലീസ് കൊണ്ടുവരാൻ ദായിച്ചതിന് ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, വലിയ നടന്മാരും നടികളും ഇല്ല നാടകത്തിൽ, ഈ സിനിമയിലില്ല. പക്ഷേ ചെറിയ കഥാപാത്രമാണെങ്കിലും ജനങ്ങൾക്ക് കാണാൻ പറ്റിയ കഥകളാണ്. അത് എല്ലാവരും വന്ന് കണ്ട് അത് ആ പ്രോത്സാഹനം തന്നാൽ മാത്രമേ ഇനിയും ഓരോ അടിയും മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ. അതും ഞാൻ ഈ സുഖമില്ലാതെ കിടന്നതിന് ശേഷം അന്ന് ഉയർത്തിപ്പിടിച്ചൊരു കലയാണ്. ആ കഥക്ക് എല്ലാവരുടെ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി പറയുന്നു. നമ്മളെ മെയ് 10 എന്താ ചക്കരവുമ്മ എന്ന് പറയുന്ന ഒരു കൊച്ചുപടം റിലീസാവുകയാണ്. വലിയ താരബഹളങ്ങളൊന്നും ഇല്ലെങ്കിലും ഏവർക്കും ബോറടി ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. ഇതിൽ മോളിച്ചേച്ചി ഒരു നല്ല കഥാപാത്രം, അതായത് എൻ്റെ അമ്മയായിട്ടുള്ള നല്ല കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ചിരിക്കാനും ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു നല്ല സ്റ്റോറിയാണ് ഈ സിനിമ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡയറക്ടർ സായിർ പത്താൻ. അപ്പോൾ അതുപോലെ തന്നെ വിഷ്ണു, ഞങ്ങളെല്ലാം പ്രധാന കഥാപാത്രങ്ങളിലായിട്ട് വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ പടത്തിൽ ഉണ്ടാകണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പടം എല്ലാ തരത്തിലും നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ തരികയാണ്. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും ഈ പടത്തിനെ വിജയിപ്പിക്കേണ്ടതും നിങ്ങൾ പ്രേക്ഷകരാണ്. ഇവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി താങ്ക് യു.